شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, റബ്ബുൽ ആലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് തഖ്വയോടെ ജീവിക്കുവാൻ എന്നെയും ഓരോരുത്തരെയും ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയും പരിശുദ്ധ റമദാനിലെ പരിശുദ്ധമായ യൗമുൽ ജുമുഅയിലെ ഏറ്റവും ബർക്കത്തേറിയ ശ്രേഷ്ഠതയേറിയ നിമിഷങ്ങളാണ് നമ്മൾ അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും വീട്ടിൽ വന്ന് ക്ഷണിക്കാതെ, ആരുടെയും പ്രത്യേകമായ ആഹ്വാനമൊന്നുമില്ലാതെ ഖുർആനിന്റെ മഹത്വവും അതിറങ്ങിയതിന്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും അവനവൻ സ്വയം പ്രചോദിതരായി അള്ളാഹുവിന്റെ പുണ്യം തേടി ഈ പള്ളിയിലേക്ക് എത്തിയവരാണ്. എത്ര ധന്യമായ ഒരു സദസ്സാണെന്ന് നോക്കൂ. എത്ര ശാന്തമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വിനോദയാത്ര പോയാൽ നമ്മുടെ കുടുംബത്തോടും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റിൽ നമ്മൾ ഒഴുകിയിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു ആത്മീയമായ മനസ്സിന് ഇത്രത്തോളം ധന്യതയും റാഹത്തും ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഒരു രംഗം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ എന്നും ഈ ചൈതന്യം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥയിൽ അനുസരിച്ചുകൊണ്ടാണ്. ഖുർആൻ പറയുന്നത് ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, എല്ലാ വസ്തുക്കളെയും നാം ഒരു ഖദർ അനുസരിച്ച്, ഒരു നിയമ വ്യവസ്ഥയിൽ, ഒരു തോതും അളവും അനുസരിച്ചുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അവന്റെ സമ്പ്രദായങ്ങളും ശീലങ്ങളും അനുസരിച്ച് ജീവിക്കുന്നുണ്ടാകാം. നബിയെ പറഞ്ഞു കൊടുക്കുക, അവര് അവരുടെ സമ്പ്രദായം അനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും സത്യസന്മാർഗം പ്രാപിച്ചവരാരാണ് എന്ന് നിങ്ങളുടെ രക്ഷിതാവിന് അറിയുമെന്ന് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മള്
ഈ ദുനിയാവിലേക്ക് വരുന്നതും നമ്മളെ ഈ ദുനിയാവിൽ തിരിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മുടെ ഇഷ്ടം നോക്കിയല്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ തറാവിക്ക് ശേഷം ക്ലാസ് എടുത്ത തിരുമണ്ണയിൽ, നമുക്ക് അറിയായിരിക്കും അടുത്ത പ്രദേശമായതുകൊണ്ട്, മിനിഞ്ഞാന്ന് ഒരാവശ്യത്തിന് വേണ്ടി വടകര ഭാഗത്തേക്ക് യാത്ര ചെയ്തു വരുന്ന നമ്മുടെ ഒരു സഹോദരൻ, 22 വയസ്സായ ഹാഫിസ് താജുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ നന്ദിയിൽ വെച്ച് ഒരു ലോറിക്കടിയിൽ പെട്ട് മരണപ്പെടുകയും, റമദാനിന്റെ തൊട്ടു മുമ്പ് ആ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും ജീവിതത്തിലുണ്ടായ കൊടുന്നനെയുള്ള ഒരു അനുഭവവും മാറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഖുലില്ലാഹു യുഹ്യീകും, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹു ആണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്. സുമ്മ യുമീതുകും, അല്ലാഹു ആണ് നിങ്ങളെ പിന്നെ മരിപ്പിക്കുന്നത്. സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതും ഒക്കെ അല്ലാഹുവാണ്. ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവും വേണ്ട. വലാകിൻ അക്തറന്നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ആളുകൾക്കും ഇതൊന്നും മനസ്സിലാക്കാനും ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു സാമാന്യ ബോധത്തിലേക്ക് ആളുകൾ എത്തിയിട്ടില്ല എന്നാണ്. വഹുവല്ലദീ യഹ്യാകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നീട് നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇന്നൽ ഇൻസാന ലകഫൂർ, പക്ഷേ മനുഷ്യൻ നന്ദികേട് ആണ് മനുഷ്യരിൽ നിന്നുണ്ടാകുന്നത് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തണം. മരണത്തിനും ജീവിതത്തിനും ഇടക്ക് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതവും കാലവും കഴിക്കേണ്ടത് എന്ന രീതിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്സാരമായ സൃഷ്ടിയല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിനേക്കാളും വലിയ അല്ലാഹുവിന് ഒരു ടാസ്ക് ആയിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. മനുഷ്യരായ നമ്മളെ കുറിച്ച് വലിയ ഒരു ചിന്താഗതി പുലർത്തുന്നവരാണ്. മനുഷ്യൻ ഒട്ടും മോശക്കാരല്ല. മനുഷ്യൻ ഒരുപാട് കഴിവുകൾ, മറ്റു ജീവജാലങ്ങളെ ഒക്കെ അപേക്ഷിച്ച് ഒരുപാട് കഴിവുകളുണ്ട്. ഓരോന്നിനും അല്ലാഹു തആല അതിൻ്റെതായ കഴിവുകേടുകൾ നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ വിത്ത്, ഒരു ചെറിയ മാങ്ങയണ്ടി, അത് ആ മാങ്ങയണ്ടി അതിന്റെ കടുപ്പമേറിയ അതിന്റെ തോടിനെ അകത്ത് അത് എത്രത്തോളം വീർപ്പുമുട്ടി നിൽക്കുന്നു. അതിനെ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ മാങ്ങയണ്ടി ആ കടുപ്പമേറിയ തോടിനെ പിളർത്തി അതിന്റെ മുകളിൽ മൂടിയിട്ടുള്ള മണ്ണിനെയും പിളർത്തിക്കൊണ്ട് അത് മുകളിലേക്ക് നാമ്പ് മുളച്ചു വരുന്നത്. അങ്ങനെ ഒരു ശക്തി അത് നൽകിയതാണ്. നമ്മളൊന്നും ഒടിച്ചു കഴിഞ്ഞാൽ അത് തപ്പൊടിഞ്ഞു പോകുന്ന അത്രയേ ഉള്ളൂ. പക്ഷെ ആ പുറന്തോടിനെ പിളർത്താനും ഭൂമിയെ പിളർത്താനും ഒക്കെയുള്ള ശക്തി അതിന് നൽകിയ റബ്ബിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിൽ. ഇന്നല്ലാഹു ഖാലിഖുൽ ഹബ്ബി വന്നവാ, തീർച്ചയായും അല്ലാഹുവാണ് വിത്തിനെ പിളർത്തുകയും കുരുവിനെയും വിത്തിനെയും ഒക്കെ പിളർത്തുന്നവൻ എന്നാണ്. ഒരു ചെറിയ വിത്ത് അത് ഇരുണ്ട മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ ജീവന്റെ ഒരു ചൈതന്യമുണ്ട്. ജീവന്റെ ഒരു ചൈതന്യം അതിനകത്തുണ്ട്. അതിന് സമയമാകുമ്പോൾ ആ മണ്ണിനെ പിളർത്തിക്കൊണ്ട് അത് വെളിച്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് അത് വളർന്ന് വിലസി അങ്ങനെ വരും. അപ്പൊ ആവശ്യത്തിന് വെള്ളവും വളവും വെളിച്ചവും സമയവും പരിചരണവും ഒക്കെ യഥാസമയം കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടി അതങ്ങനെ വളർന്നു വലുതായി ഒരു വലിയ വടവൃക്ഷമായി ആളുകൾക്ക് തണലേകുന്ന, ആളുകൾക്ക് ഫലം നൽകുന്ന ഒരു വലിയ മാവായി മാറുന്നത് പോലെ നമ്മൾ മനുഷ്യരിലും ഓരോരുത്തരിലും ഉണ്ട് ഒരു ചൈതന്യം, ആത്മീയമായ ചൈതന്യം. നമ്മൾ ഒട്ടും നിസ്സാരന്മാരല്ല. നമ്മുടെ ശരീരത്തിനകത്തുള്ള പദാർത്ഥങ്ങൾ, അത് ഓക്സിജൻ ആകട്ടെ, കാർബൺ ആകട്ടെ, ഹൈഡ്രജൻ ആകട്ടെ, നൈട്രജൻ ആകട്ടെ, സോഡിയമോ ഫോസ്ഫറസോ അയണോ എന്തോ ആകട്ടെ, ഇതൊക്കെ കൂടി നമ്മൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാൽ ഒരു സാമാന്യ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഇത്തരം പദാർത്ഥങ്ങളും മൂലകങ്ങളും ഒക്കെ കൂട്ടി നോക്കിയാൽ ഏകദേശം 10,000-നും 20,000-ന്റെ ഇടയിൽ കോസ്റ്റ് ആണ് കിട്ടുക. അത്രയേ ഉള്ളൂ. ഇതല്ലല്ലോ നമ്മുടെ വില.
ഒരു വലിയ കലാകാരൻ, ചിത്രകാരൻ ഒരു ക്യാൻവാസിൽ ഒരു വലിയ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധേയമായ ചിത്രത്തിന് ലക്ഷങ്ങളും കോടികൾ വില മതിക്കും. പക്ഷേ ആ തുണിക്കും ആ പെയിന്റിന്റെയും വില നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. നമ്മുടെ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമല്ല, ശരീരത്തിനപ്പുറത്ത് നമുക്കൊരു റൂഹുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട് എന്ന് പടച്ച തമ്പുരാൻ നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നു. അത് മറന്നു പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ പിറകെ മാത്രം പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദമ, ആദമിന്റെ സന്തതിയെ നാം ആദരിച്ചിരിക്കുന്നു. പടച്ച തമ്പുരാൻ വലിയ ആദരവ് നൽകിയ ഒരു സൃഷ്ടിയാണ്. മറ്റേത് ജീവജാലങ്ങളെക്കാളും അല്ലാഹു തആല ആദരിച്ച ഒന്ന്, അല്ലാഹു ആദരവോടുകൂടി സൃഷ്ടിച്ച് അഹ്സനി തഖ്വീം, ലോകത്ത് ഇത്ര നല്ലൊരു രൂപം വേറൊരു സൃഷ്ടിക്കും പടച്ച തമ്പുരാൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹു തആല നൽകിയ ഈ സൃഷ്ടിക്ക് ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉത്തരവാദിത്വവും നിറവേറ്റാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വലിയ വിഡിത്തായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് എത്ര നിസ്സാരമായ ഒരു പ്രൊഡക്റ്റ് ആകട്ടെ, അതിന്മേൽ യൂസർ മാനുവൽ ഉണ്ടാകും. അതെങ്ങനെ ഉപയോഗിക്കണം എന്നത് ആ പ്രൊഡക്റ്റിന്റെ കവറിൽ അത് ഉപയോഗിക്കേണ്ട വിധം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എല്ലാത്തിലും ഉണ്ടാകും ഒരു നിയമം. അത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാകും. ഒരു ആളുകൾ കൂടിയായിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു സംഘടനയാകട്ടെ, ഒരു സംഘമാകട്ടെ, അത് പ്രവർത്തിക്കുന്നതിന് ഒരു ബൈലോ ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകും. ഇങ്ങനെ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള നിയമങ്ങൾ. ഒരു പൊരയിൽ ഒരു നിയമം ഉണ്ടാവും. വാപ്പാന്റെ ഉമ്മയും മക്കള് ഒരു കൃത്യമായ നിയമം അനുസരിച്ചുകൊണ്ടായിരിക്കും അവരെ ഉണർത്തുന്നതും ഉറക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ശിക്ഷണവും നൽകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനാ കണ്ണട ധരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമുണ്ട്. നമ്മൾ എന്തിനാണ് ചെരുപ്പ് ധരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരമുണ്ട്. നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ശാസ്ത്രീയമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഉത്തരം നമുക്ക് നൽകാൻ കഴിയുമ്പോൾ, നമ്മൾ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കാത്ത ഒരാളായി മനുഷ്യൻ മാറാൻ പാടുമെന്ന് ആലോചിച്ചു നിങ്ങൾ. അപ്പൊ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നങ്ങൾക്ക് എവിടെയാണ് നമ്മൾ പരിഹാരം അന്വേഷിക്കേണ്ടത്? കാളവണ്ടിയുടെ ടെക്നോളജി അറിയുന്ന ഒരാളെടുത്ത് ലംബോർഗിനി കാർ നന്നാക്കാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളുടെ മൊബൈൽ ഫോൺ കേട് വന്നിട്ട് റേഡിയോ നന്നാക്കുന്ന ആളെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ശരിയാക്കി കിട്ടുമോ? നമ്മുടെ ശരീരത്തിന്റെ